കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൽ വലിയ ആശങ്ക നിലവിലുണ്ട്. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നിലവിൽ 3700-ലധികം കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കേരളത്തിലാണ് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ളത്. സംസ്ഥാനത്ത് 2 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങൾക്കായി ഡി ധനസുമോദിലേക്ക് പോകാം. രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ നിന്നാണ് ഡി ധനസുമോദ് തത്സമയം ചേരുന്നത്. സുമോദ്, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും രാജ്യത്തെ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തെ ഏറ്റവും അധികം ബാധിക്കുന്നൊരു വാർത്ത കൂടിയാണ്. നിലവിൽ കേസുകൾ 4000-ന് കേരളത്തിലാണെങ്കിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പഴയ നിലയിലേക്ക് പോയില്ലെങ്കിൽ പോലും ഒരു നിയന്ത്രണങ്ങളിലേക്ക്, മാസ്ക് ധരിക്കുന്നതടക്കമുള്ള ഒരു മുന്നൊരുക്കങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ധനസുമോദ്? ഇപ്പോഴും നിലവിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? ജിൽസി 3758 കേസുകളാണ് കോവിഡ് ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1400-ലധികവും കേരളത്തിലാണ് എന്നുള്ളതാണ് നമുക്കൊരു ആശങ്ക വർദ്ധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ഭയപ്പെടാനുള്ള കാര്യമില്ല, ആശങ്ക വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിന് നേരിടാനുള്ള ഒരു മുന്നൊരുക്കം എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായി നൽകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലാണ്. ഡൽഹിയിലെ കോവിഡ് കേസുകൾ പ്രത്യേകം കൈകാര്യം ചെയ്യാൻ വലിയ പരിചയസമ്പന്നരായ ഡോക്ടർമാർ തന്നെയാണ് ഈ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ മറുഭാഗത്താണ് പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കുന്ന കോവിഡ് കേസ് പ്രത്യേകം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക വാർഡുകൾ തന്നെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ മരണം കൂടാതെ ഡൽഹിയിലെ JNU ക്യാമ്പസിലടക്കം ഇപ്പോൾ കോവിഡ് ബാധ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും ഇപ്പോൾ അഹമ്മദാബാദ്, കർണാടകത്തിൽ തന്നെ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അഹമ്മദാബാദിൽ കോവിഡ് ബാധിച്ചു ഒരാൾ മരിച്ചിട്ടുണ്ട്. ഡൽഹിയിലും മരണം സംഭവിച്ചു. ഡൽഹിയിൽ ഒരു യുവതിയാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അവലോകനം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മോക്ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറുകൾ ആശുപത്രിയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യം ഈ ആശുപത്രിയിലായിരുന്നു, ഈ ആശുപത്രിയുടെ വാതിക്കലാണ്, ഈ ഭാഗത്തൊക്കെ തന്നെയാണ് 2019 നൂറുകണക്കിന് ആളുകൾ കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചു വീഴുകയും പലപ്പോഴും സംസാരിക്കാൻ പോലും സ്ഥലമില്ലാതെ നീണ്ട ക്യൂ എല്ലാം ഉണ്ടായിരുന്നത് ഈ RML ആശുപത്രിയിലാണ്. ഏതായാലും ആ തരത്തിലുള്ള ആശങ്കകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലടക്കം എല്ലാവരും പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആശുപത്രി പരിസരങ്ങളിലുമെല്ലാം കൃത്യമായ മാസ്ക് ധരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലും അതുപോലെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പോലും ആ തരത്തിലേക്ക് ആളുകൾ ഇതുവരെ പാലിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേങ്കിലും കോവിഡിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ കെട്ടിടത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് കൃത്യമായി മാസ്ക് ധരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. JNUവിൽ ഇതിനകം തന്നെ കോവിഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഡൽഹിയിലെ ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു തീവ്ര വ്യാപനശേഷി ഇല്ലാത്ത ഒരു കോവിഡ് ബാധയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല ഒരു മരണത്തിലേക്ക് സംഭവിക്കുക തുടങ്ങിയ 2019 നാടിന് നടുക്കിയതുപോലത്തെ ഒരു തീവ്ര വ്യാപനശേഷിയോ മാരകശേഷിയോ ഇല്ലാത്ത കോവിഡ് ആണ് ഇപ്പോൾ വ്യാപിക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസകരമാണ്. വലിയ തീവ്ര വ്യാപന ശേഷിയില്ല. പക്ഷേ ഒരു സർക്കാർ നിർദ്ദേശത്തിനൊന്നും കാത്തു നിൽക്കാതെ പൊതു ഇടങ്ങളിൽ നമ്മളൊരു മാസ്ക് ധരിച്ചങ്ങ് സുരക്ഷിതരാവുന്നത് തന്നെയാവും നല്ലതല്ലേ? മാസ്ക് ധരിച്ച് കൃത്യമായി മുൻകരുതൽ എടുത്ത് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുപോലെ കോവിഡിൻ്റെ ആദ്യ തരംഗം ആദ്യം ഉണ്ടായിരുന്ന സമയത്തൊന്നും ജനങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആ തരത്തിലുള്ള ആരും പാലിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു തരംഗം വളരെയധികം ശക്തമായതോടുകൂടിയാണ് ആളുകൾ മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ളവ പാലിക്കാനും ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഡൽഹിയിലടക്കം മരണം സംഭവിച്ചു എന്നുള്ളത് ആളുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ആശങ്ക പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ളൊരു മുൻകരുതലും ആശുപത്രി കിടക്കകളും കൂടുതൽ കിടക്കകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരിച്ച് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും കോവിഡിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നത് തന്നെയാണെന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസം പകരുന്ന ഒരു വസ്തുത.